ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ഭവനത്തിലുള്ള അശുദ്ധാത്മാക്കളും പ്രേതങ്ങളും ഭൂതങ്ങളുമൊക്കെ ആ ഭവനത്തിൽ നിന്ന് തനിയെ പുറത്തു പോകും. പ്രിയപ്പെട്ടവരെ, പഴയകാലത്തിൽ ഭവനത്തിലെ അശുദ്ധാത്മാക്കളൊക്കെ പുറത്തു പോയിരുന്നത് എങ്ങനെയായിരുന്നു? രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന ഉച്ചരിച്ചിരുന്ന ഭവനങ്ങളിൽ ഈ പ്രേതങ്ങളുടെയും ഭൂതങ്ങളുടെയും ശല്യമില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്നു മുതൽ നമ്മുടെ ഭവനങ്ങളിലെ അച്ചായന്മാരുടെ ആന്റിമാരുടെ പ്രാർത്ഥിക്കാൻ അടഞ്ഞോ? ഇന്ന് നമുക്ക് വേണ്ടി ഭൂതോച്ചാരണം നടത്തുന്ന എന്താണ്? ചൈനീസ് ബെല്ലാണ്. ഇതും കഴിഞ്ഞിട്ട് വേണം വീട്ടിനകത്തോട്ട് കയറാൻ. അവിടെ ചെന്നിരിക്കുമ്പോഴാ ഷോക്കേസിനുള്ളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. മൊട്ടത്തലയുള്ള വയറും ചാടിയൊരു രൂപം. എന്താ സാധനം? ലാഫിംഗ് ബുദ്ധ. കാരണം ഇത് പിടിച്ചു വെച്ച് ഏതെങ്കിലും ഷോക്കേസിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ സമ്പത്തിന് ബുദ്ധിമുട്ടില്ലെന്നാണ് ചൈനീസ് വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, നമ്മൾ എന്തിനെ ധ്യാനിക്കുന്നോ നമ്മൾ അതുപോലെയായിത്തീരും. എനിക്ക് തോന്നുന്നു നമ്മുടെ ലാഫിംഗ് ബുദ്ധായെ ധ്യാനിച്ച് തലമുടി കൊഴിഞ്ഞു കുടവയറും ചാടി ലാഫിംഗ് ബുദ്ധായെ പോലെയായി തീർന്ന അച്ചായന്മാരുടെ ഒരു കാലമായി നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞ് വീടിന്റെ കോണിൽ ഏതെങ്കിലും മൂലയിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചൈനീസ് മുളയുടെ നേച്ചർ അറിയാം. മുള വകവെക്കാതാണ് മുകളിലോട്ട് വളരുന്നത്. ഇതുപോലെ ദേശത്ത് വകവെക്കാതെ വീട് മുകളിലോട്ട് വളരുന്നുവെന്നുള്ള ചിന്തയിൽ വീടിന്റെ കോണിൽ ചൈനീസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മുളയും പ്രതിഷ്ഠിച്ചു വെച്ച് ജീവിക്കുന്ന പുതിയ പ്രവണതകൾക്ക് പുറകെ പോകുന്ന ഒരു സുറിയാനി ക്രിസ്ത്യാനിയുടെ ചിത്രം. പ്രിയപ്പെട്ടവരെ, അത് മാത്രമാണോ? ഇന്നത്തെ റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്ന കൊച്ചുങ്ങളുടെ കയ്യും കാലും കണ്ടിട്ടുണ്ടോ? എത്ര കളറിലുള്ള ചരടുകൾ വലിച്ചു കെട്ടിക്കൊണ്ടാണ് അവർ ഷോകളിൽ പങ്കെടുക്കുന്നത്. മാത്രമല്ല, ഇന്ന് പല അച്ചായന്മാരുടെയും കൈകൾ കണ്ടാൽ അവർ 10 വിരളെ കൊടുത്തല്ലോ എന്ന് സങ്കടമാണ്. കാരണം തള്ളവിരലിൽ സാധാരണ ഇടാറില്ല. ബാക്കി 8 വിരലിൽ 16 കല്ലുള്ള മോതിരം വാങ്ങി ഫിറ്റ് ചെയ്ത് തമിഴ് കൗണ്ടർമാരുടെ കൂടെയുള്ള നടപ്പൂടെ കണ്ടു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം, ഈ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു? ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയോ? അതോ എന്തുകൊണ്ടാണ് ജനം ഇത്തരം പ്രവണതകൾക്ക് പുറകെ സഞ്ചരിക്കുന്നത്? അത് ഇസ്രയേലിന് സംഭവിച്ച ദുര്യോഗം തന്നെയാണ്. നിന്റെ ദൈവമാകുന്ന യഹോവ ബലഹീനനാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രവണതകൾക്ക് പുറകെ മനുഷ്യൻ അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഇത് BC 6-ാം നൂറ്റാണ്ടിൽ തന്റെ ജനതയെ നോക്കിക്കൊണ്ടാണ് യെഹെസ്കേൽ പ്രവാചകൻ ഈ പ്രവചനം നടത്തുന്നതെങ്കിലും 2012 വെളിച്ചത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമകാലീന പ്രസക്തിയോടെ ഈ വാക്യം നിലനിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് സാമൂഹ്യ മാറ്റത്തിന്റെയും വിമോചനത്തിന്റെയും സന്ദേശം ഉയർത്തിക്കൊണ്ട് സ്വപ്നങ്ങളുടെ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിലേക്ക് കാലികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ വാക്യം നൽകുന്ന 3 ചെറു ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒന്ന്, ജീവനെ വാഗ്ദാനം ചെയ്യുന്ന ഒരു ദൈവം. ഈ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലേ, നിന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല. ഇസ്രായേലേ, നിന്റെ നിരാശയിൽ, നിന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല. ഇത്ര മനോഹരമായ ഒരു ശബ്ദം നമുക്ക് ഈ സമൂഹത്തിൽ വേറെ എവിടെ നിന്ന് കേൾക്കുവാനായിട്ട് കഴിയും? ഒരു ജനത ദൈവത്തെ മറന്ന് പരാജയത്തിലേക്ക് കൂപ്പുകുത്തി നിരാശയിലേക്ക് വീണുപോയി അവരുടെ ജീവിതത്തിലെ സർവ്വ ആശയങ്ങളും അവസാനിച്ചിരിക്കുന്ന ഒരു കാലയളവിൽ ജീവൻ കൊടുത്തവനാകുന്ന ദൈവം പറയുന്നു, ഇസ്രായേലേ, നിന്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല. എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഈ പന്തലിൻ കീഴിൽ ജീവിതം വഴിമുട്ടിയവർ കാണാം, പ്രതിസന്ധികൾ അകപ്പെട്ടുപോയവർ കാണാം, മനോഹരമായ മാളികയിൽ താമസിക്കുന്നെങ്കിലും കുടുംബത്തിന്റെ ഉള്ളിൽ അകൽച്ചയോടെ കഴിയുന്നവർ കാണാം, വേദനകളോടെ വിലപിക്കുന്നവർ കാണാം, ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടവർ കാണാം. അവരോടാണ് ദൈവമാകുന്ന യഹോവ സംസാരിക്കുന്നത്. കുഞ്ഞേ, നിന്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല. നിന്നെ ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ. ഈ പ്രത്യാശയുടെ അനുഭവത്തിലേക്കാണ് ദൈവം നിന്നെ വിളിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ നിയമത്തിന്റെ താളുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അറിയാതെ തോന്നിപ്പോകാം, ഈ ദൈവം ഇത്ര ക്രൂരനാണോ എന്ന്. ആഖാനെ കല്ലെറിഞ്ഞുകൊള്ളുന്ന, അല്ലെങ്കിൽ ആദമിനെ ഹവ്വയെ നിഷ്ഠൂരമായി തോട്ടത്തിന് പുറത്താക്കുന്ന, പാപത്തിന് ശിക്ഷ കൊടുക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴാണ് പഴയ നിയമത്തിലെ വളരെ വ്യത്യസ്തനായ ഒരു ദൈവത്തെ യെഹെസ്കേൽ പ്രവാചകൻ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നത്. കുഞ്ഞേ, നിന്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല, നിനക്ക് ജീവൻ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 2 തരം മരണമുണ്ട്. ഒന്ന് ജഡീക മരണം.
ഈ കാണുന്ന ശരീരം ഈ മണ്ണിലേക്ക് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ശാരീരിക മരണം. ആത്മീയ മരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്റെ മനസ്സിലെ നന്മ അസ്തമിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആത്മീയ മരണം. ഒരു മനുഷ്യന്റെ മനസ്സിലെ നന്മ അസ്തമിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആത്മീയ മരണം. ഞാൻ പറയും, ആത്മീയ മരണത്തിന്റെ കൂടെയാണ് ജഡീക മരണം ഒരു മനുഷ്യനെ ഗ്രസിക്കുന്നത്. അതുകൊണ്ടാണ് ആദമും ഹവ്വയും ആദ്യമായി അവർ മരിച്ചു പോകുന്നത് ആത്മീയമായിട്ടാണ്. തുടർന്നാണ് അവരെ ജഡീക മരണം സ്പർശിക്കുന്നത്. ആത്മീയമായ മരണം സംഭവിക്കുന്നിടത്ത് ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആത്മീയ മരണം സംഭവിക്കുന്നിടത്താണ് ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ കൂട്ടയാത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ആത്മീയ മരണം ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആത്മീയ മരണം സംഭവിച്ചവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ത്രാണി നഷ്ടപ്പെടും. പ്രതിസന്ധികളിൽ നിന്ന് ക്രിയാത്മകത കണ്ടെത്തുവാനുള്ള കഴിവ് നഷ്ടപ്പെടും. ജീവിതം വഴിമുട്ടും, പ്രതീക്ഷ നഷ്ടപ്പെടും, ആത്മഹത്യയിലേക്ക് എത്തിച്ചേരും. അതാണ് ഇന്നിന്റെ സമകാലീന പ്രശ്നമെന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്. മാത്രമല്ല, ഈ അടുത്ത സമയത്ത് അൽഫോൺസ് എന്ന് പറയുന്ന പാട്ടുകാരന്റെ അനുഭവം ഞാൻ വായിക്കുവാനായിട്ടിടയായി. നമുക്കറിയാം, അൽഫോൺസ് നമുക്കറിയാം. AR റഹ്മാന്റെ ജയ്ഹോ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ സംഗീത ട്രൂപ്പിലെ ഒഴിവാക്കാനാവാത്ത മലയാളി സാന്നിധ്യമാണ് അൽഫോൺസ്. ചില റിയാലിറ്റി ഷോകളിലൊക്കെ അദ്ദേഹം വരാറുണ്ട്. കറുത്തു മരിച്ച ഒരു പയ്യൻ, 35 വയസ്സ് കാണും. അവൻ എന്റെ അനുഭവം ഇപ്രകാരം എഴുതുന്നു. അവൻ ജനിച്ചത് തൃശ്ശൂരുള്ള ഒരു കുഗ്രാമത്തിലാണ്. കൊടിയ ദാരിദ്ര്യമാണ് അവന്റെ വീടിന്റെ സവിശേഷത. 6 മക്കളുമുണ്ട്. അവന്റെ വീട് ഓലപ്പുരയാണ്. ഓലപ്പുര എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. കാരണം അവർ ഓല പോലും കണ്ടിട്ടില്ലാത്തൊരു കാലത്തിലൂടെയാണ് പിന്നെ എങ്ങനെയാ ഓലപ്പുരയെ പറ്റി അറിയണത്. പലപ്പോഴും സാമ്പത്തിക പരാധീനത കൊണ്ട് വർഷകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവന്റെ വീട് വെച്ചുകെട്ടുവാൻ